ഉച്ചയിൽ വെയിൽ വരുന്നവരെ കിടന്ന് ഉറങ്ങരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കാലത്ത് എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? ഡേ എനിക്ക് പിള്ളേരെ ശശേ വളരെ മോശം. പെൺപിള്ളേർ ഇത് എന്തോന്ന് നാണക്കേട്. അല്ലെങ്കിൽ തന്നെ രാവിലെ എന്താ പറയാ നേരം വെളുത്ത് തന്നെ കിടന്ന് ഉറങ്ങണ തന്നെ വീടിന് അപശകനമാണ്. ലക്ഷണം വരൂല പിന്നെ. ഡേ എനിക്ക് രാവിലെ പെമ്പിള്ളേരുള്ള വീട്ടില് പെണ്ണുങ്ങളെ എണിച്ച് കുളിച്ച് നിന്നെത്തുന്ന എന്തൊരു ഐശ്വര്യമാണ്. ചെല്ലേ എന്തോന്നമ്മ വല്ലപ്പോഴാണ് കിടന്ന് ഉറങ്ങാൻ പറ്റണത്. വല്ലപ്പോഴാണ് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. ഇവളുടെ പറച്ചിൽ കേട്ടാൽ ഞാൻ തോന്നുന്നു എല്ലാ ദിവസവും നേരത്തെ എണിച്ച് മുറ്റം അടിച്ച് വീട്ടിലെ സകലമാന ജോലിയും ചെയ്ത് തീർക്കണത് ഇവളാണെന്ന്. നീ ജിമ്മിൽ പോകാനായിട്ട് നേരത്തെ എണിക്കണത് അല്ലേ? നിന്റെ സ്വന്തം ആവശ്യത്തിനുണ്ടല്ലേ? എന്തോന്ന് കഷ്ടം അമ്മ. എന്തൊക്കെ അമ്മ വിളിച്ചു പറയണ. രാവിലെ 4 മണിക്ക് എണീറ്റ് അവളൊന്ന് ജിമ്മിൽ പോയി അവിടുത്തെ വർക്കൗട്ടും കഴിഞ്ഞ് ക്ലയൻസിനെ വർക്കൗട്ടും ചെയ്യിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോ ഒരു നേരമാവും. പിന്നെ ഞാൻ എപ്പോ കിടന്ന് ഉറങ്ങാനാണ്? വല്ലപ്പോഴും കിട്ടുമ്പോ അപ്പോഴും ഉറങ്ങാൻ പറ്റില്ല തന്നെ കുറച്ച് കഷ്ടമാണ്. ജിമ്മില് പോണ ദിവസം മാത്രം നേരത്തെ എണിക്കാൻ പാടുന്നില്ല. ജിമ്മിലെ ജോലി പോലെ അല്ല കുടുംബം. കുടുംബത്തിൽ പല പല ജോലികളുണ്ട്. കുടുംബത്തിലെ ഓരോ അംഗങ്ങളും വിചാരിച്ചാലേ പണിയൊക്കെ തീരുള്ളൂ. അല്ലാതെ അമ്മ മാത്രം ചെയ്താ പോരാ. എണീച്ച് അമ്മയ്ക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് താ. എടി തേങ്ങ എറിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര നടുവേദന. ചക്കരയല്ലേ പ്ലീസ്. ഇത് നിസ്സാര സില്ലി കാര്യത്തിനാണ് അമ്മ എന്നെ വിളിക്കണേ. ഈ കുരുട്ടിനെ വിളി. ഇതാ കിടന്ന് ഉറങ്ങിയല്ലേ അമ്മ. ഈ തേങ്ങ ശരിക്കൂടി. ഞാൻ എത്ര നേരെ കിടന്ന് വിളിക്കണ? 1 മണിക്കൂറായി രണ്ടിടത്തിന് മാറി മാറി വിളിക്കുന്നു. അവള് കുമ്പറിനെ പോലെ അനങ്ങാതെ കിടക്കണല്ലാതെ ഒരു അനക്കവും ഇല്ല. ചൊടിയും കൂടെ ഞാൻ കൊടുക്കും. എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നേ അമ്മ? ഇത് ശരിയല്ല അമ്മ. ബാലവേണ്ടത്തിന് അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കും അമ്മ. സെക്ഷൻ 149. ഞാൻ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കാൻ പാടില്ല അമ്മയ്യ. ആഹാ കേസ് കൊടുക്കല്ലേ? എന്നാ പിന്നെ ഇതും കൂടെ ചേർത്ത് കൊടുക്കണേ. അമ്മ എന്താ അമ്മ കിടക്കമായിട്ട് കൊല്ലു അമ്മ. എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. മണി ദിസ് ഇസ് നോട്ട് ഫെയർ. ഇത് കഷ്ടം. പോയാ മാതാജി കുറച്ചേരം കൂടെ കിടന്ന് ഉറങ്ങിട്ട് വിളിക്കണ്ടേ? അങ്ങനെ ഇപ്പൊ ഞാൻ പോയിന്ന് പറഞ്ഞ് സുഖിച്ച് 2 എണ്ണം കൂടെ കിടന്ന് ഉറങ്ങണേ. ഓഹോ അങ്ങനെയാണോ? ഒരു കാര്യം ചെയ്, ഉറങ്ങിക്കോ. സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. രാത്രി ആയാലും 2 പേരും എണീക്കട്ടെ കേട്ടാ. കുറച്ചു കഴിയുമ്പോ വിശക്കുമല്ലോ. അമ്മ വിശക്കണേന്ന് പറഞ്ഞ് ഇറങ്ങി വരുമല്ലോ. അപ്പൊ അമ്മ ഉരുട്ടി വെച്ചേക്കാം നല്ല ആന മുട്ട. മണി ദിസ് ഇസ് നോട്ട് ഫെയർ കേട്ടോ. പാവപ്പെട്ട 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു? മാനസികമായിട്ടും ശാരീരികമായിട്ടില്ലേ എങ്ങനെയാണ് പീഡിപ്പിക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. പീഡനം അല്ലേ? ഫാൻ ഓഫ് ആയി. ഇനി എങ്ങനെ കിടന്നുറങ്ങുന്നു കണ്ടോ? അമ്മ ഫാൻ ഓഫ് ആക്കിയാടി. ഒന്ന് പോയിട്ടാടി പ്ലീസ്. ഫാൻ ഓഫ് ആക്കി നീ പോയി തന്നിട്ട് എനിക്ക് ഫാൻ ഇല്ലെങ്കിലും ഉറങ്ങാം. പക്ഷേ എന്ത് കഷ്ടോടി. എങ്ങനെയാടി ഫാൻ ഇല്ലാതെ ഉറങ്ങണ? എന്റെ ദൈവമേ. അയ്യോ എടി എങ്ങനെയാടി കിടന്ന് ഉറങ്ങാൻ പറ്റണേ? ഉറങ്ങാൻ പറ്റും. എന്ത് ചൂടറി. എന്റെ ഉറക്കവും പോയി. എടി അങ്ങനെ പറ്റി ഉറങ്ങണ്ട. എന്താ അമ്മ മോളെ കൂടി എന്നെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കൂല. എന്റെ ഉറക്കം പോയി. അങ്ങനെ ഇപ്പൊ നീ കിടന്ന് ഉറങ്ങണ്ട. നിന്റെ ഉറക്കം പോയി നീ ഉറങ്ങണ്ട. നീ പോയി എനിക്ക് ബോഡി കിടന്നു. എന്താണ് പോയേ?
എന്റെ ദൈവമേ അയ്യോ അയ്യോ അമ്മ അമ്മ ശ്വാസം പിടിച്ചേ ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്